PM ശ്രീ പദ്ധതിയിൽ ചേരേണ്ടതില്ലെന്ന് CPI മുഖപത്രം ജനയുഗം മോദി സർക്കാരിന്റെ ദുശാഠ്യത്തിന് വഴങ്ങരുതെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു. SSA ഫണ്ട് തടഞ്ഞു വെക്കുന്നതിലും വിമർശനമുണ്ട്. അർഹമായ അവകാശങ്ങൾ കണക്ക് പറഞ്ഞു വാങ്ങണമെന്നും ജനയുഗം പറയുന്നു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് VS അനുരാഗാണ് നമുക്കൊപ്പം ചേരുന്നത്. അനുരാഗ്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPI വളരെ അഡമൻ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തിരുന്നു. നേരത്തെ വിവിധ വിഷയങ്ങളിൽ സർക്കാരിന്റെ പോക്ക് ശരിയല്ല എന്ന വിധത്തിൽ വിമർശനങ്ങളും CPIയുടെ നേതൃയോഗങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് സർക്കാരുമായി വളരെ അടുപ്പത്തിലായിരുന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പലവിധ കാര്യങ്ങളിൽ CPMുമായി അഭിപ്രായ വ്യത്യാസത്തിൽ എത്തുന്നതും കണ്ടിരുന്നു. ഇപ്പോൾ ഇത് പരസ്യമായി പ്രതികരണത്തിന് മുതിർന്നിരിക്കുന്നു CPI. ബിനിൽ സൂചിപ്പിച്ചതുപോലെ എല്ലായ്പ്പോഴും തിരുത്തേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ തിരുത്തണമെന്ന് പറയുന്ന മുന്നണിയിലെ പാർട്ടിയാണ് CPI. ഇപ്പോൾ PM ശ്രീയിൽ ചേരാൻ വിദ്യാഭ്യാസ വകുപ്പ് തിടുക്കം കാണിക്കുമ്പോഴാണ് CPI ചേരേണ്ടതില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നത്. PM ശ്രീയുടെ ധാരണാപത്രം ഒപ്പുവെക്കാത്തതിന്റെ പേരിൽ സമഗ്ര ശിക്ഷ അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട 1500 കോടിയോളം രൂപ അത് കേന്ദ്ര സർക്കാർ തടഞ്ഞു വച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ഈ മുഖപ്രസംഗത്തിൽ ജനയുഗം പറയുന്നുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിന്റെ ഘടകങ്ങളിൽ ഒന്നാണ് ഈ PM ശ്രീ പദ്ധതി. NEP 2024 നടപ്പാക്കുന്നത് സംബന്ധിച്ച് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുടെ വിയോജിപ്പും രാഷ്ട്രീയവും ആശയപരവും പ്രായോഗികവുമായ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഈ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതിനൊപ്പം ഏറ്റവും പ്രധാനം കേരളമടക്കം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും മികവും അവഗണിച്ച് ഈ രംഗത്തെ തുടർ വികാസങ്ങളെ വളർച്ചയെയും തടയാൻ മാത്രമാണ് മോദി സർക്കാരിന്റെ ദുശാഠ്യത്തിന് കഴിയുകയുള്ളൂ. അത്തരം സമ്മർദ്ദങ്ങൾക്ക് ഒരിക്കലും സർക്കാർ വഴങ്ങിക്കൊടുക്കരുത് എന്നാണ് ജനയുഗം ആവശ്യപ്പെടുന്നത്. അതിനൊപ്പം അർഹമായ അവകാശങ്ങൾ കണക്ക് പറഞ്ഞു തന്നെ വാങ്ങണമെന്നും പറഞ്ഞാണ് ഈ മുഖപ്രസംഗം ജനയുഗം അവസാനിപ്പിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ്. VS അനുരാഗാണ് വിവരങ്ങൾ നൽകിയത്. മുൻ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPI. അത് വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ ജനയുഗത്തിൽ PM ശ്രീ പദ്ധതിയിൽ ചേരണം എന്നുള്ള CPM അഭിപ്രായത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാട് ആവർത്തിക്കുകയാണ് CPI മുഖപത്രം ജനയുഗം. വിവരങ്ങൾ നൽകുകയായിരുന്നു VS അനുരാഗ്.